എക്ക് ഉള്ളത് 39 എന്ന നിലയിലേക്കാണ് പോകുന്നത്. നമുക്ക് ചില അപ്ഡേറ്റുകൾ നോക്കാം. കോട്ടയത്ത് ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും നഗരസഭയിലും ജില്ലാ പഞ്ചായത്തിലുമൊക്കെ UDFിൻ്റെ മുന്നേറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. കണ്ണൂരിലെ തലശ്ശേരി നഗരസഭ, അവിടെ കാരായി ചന്ദ്രശേഖരൻ ജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഒരു വാർത്ത. അതുപോലെ തന്നെ ചെർപ്പളശ്ശേരി നഗരസഭ, അത് പാലക്കാട് ജില്ലയിലാണ്. ചെർപ്പളശ്ശേരി നഗരസഭയിൽ LDFിന് ഭരണ തുടർച്ച ഉണ്ടായിരിക്കുന്നു, അവരവിടെ ഭരണം നിലനിർത്തിയിരിക്കുന്നു. അതേസമയം ചാലക്കുടി UDF അവരുടെ കോട്ട കാത്തിരിക്കുന്നു. ചാലക്കുടി നഗരസഭ ഭരണം അവർക്ക് തന്നെയാണ്. അതുപോലെ തെന്മല ഗ്രാമപഞ്ചായത്ത് ഭരണം LDFിനാണ്, അവരത് നിലനിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ കാളിദാസ് പറഞ്ഞതുപോലെ പത്മകുമാറിൻ്റെ വാർഡ് അവിടെ BJP ജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നീട് നമുക്കറിയാവുന്ന പോലെ തൃശ്ശൂർ കോർപ്പറേഷനിൽ വൻ മുന്നേറ്റം ഉണ്ടാക്കുന്നു. കൊല്ലം കോർപ്പറേഷനിൽ വൻ അട്ടിമറി, അവിടുത്തെ മുൻ മേയർ 2 മേയർമാർ തോറ്റുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ഇത്തവണ അധികാരം പിടിക്കുന്ന നിലയിലേക്ക് UDF എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. മലപ്പുറം ജില്ലയിലേക്ക് വന്നാൽ മലപ്പുറം ജില്ല തൂത്തുവാരിക്കൊണ്ട് പോയിരിക്കുകയാണ് UDF എന്ന് തന്നെ പറയാൻ കഴിയും. അത്രയ്ക്ക് എല്ലായിടത്തും, എല്ലാ ബ്ലോക്കിലും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിലും ഗ്രാമപഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും ഒക്കെ വലിയ മുന്നേറ്റം ഈ പറയുന്ന മലപ്പുറം ജില്ലയിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ നിലമ്പൂർ നഗരസഭ PV അൻവറിൻ്റെ സ്വന്തം നഗരസഭയാണ്. കഴിഞ്ഞ തവണ PV അൻവർ LDFിലായിരുന്നു, അപ്പോൾ അങ്ങനെ അവർക്ക് അവിടെ ഭരണം കിട്ടി. പക്ഷേ ഇപ്പോൾ നിലമ്പൂർ നഗരസഭ UDFിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത്. നമുക്ക് ചില റിസൾട്ടുകളിലേക്ക് ഒന്ന് പോയി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തൃശ്ശൂർ കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ, തൃശ്ശൂർ കോർപ്പറേഷനിലെ പൂങ്കുന്നം വാർഡ് അവിടെ NDA ജയിച്ചിട്ടുണ്ട്. അവിടെ തുറക്കം മുതൽ NDA ലീഡായിരുന്നു. NDAയുടെ രഘുനാഥാണ് അവിടെ ജയിച്ചിട്ടുള്ളത്. കുട്ടൻകുളങ്ങര വാർഡിൽ അഞ്ജലി എന്ന സ്ഥാനാർത്ഥി ജയിച്ചിട്ടുണ്ട്. പാട്ടുരായ്ക്കൽ വാർഡ്, അവിടെയും NDA മുന്നിലായിരുന്നു, അവിടെയും NDA ഇപ്പോൾ ജയിച്ചിട്ടുണ്ട്. തൃശ്ശൂർ പെരിങ്ങാവ് വാർഡ്, അവിടെ ഷാരി കിഷോർ കുമാർ ജയിച്ചിട്ടുണ്ട്. അങ്ങനെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ചാലിയാർ ഗ്രാമപഞ്ചായത്ത്, അത് മലപ്പുറത്താണ്. മലപ്പുറം ചാലിയാറിൽ ഇപ്പോൾ UDF അധികാരം പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ 12ഓളം സീറ്റുകൾ നേടിയാണ് അവിടെ അവർ അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായുള്ളത്. ആലപ്പുഴയിൽ ഗ്രാമപഞ്ചായത്തുകളിലേക്ക് വരുമ്പോൾ ഈ LDF ആണ് അവിടെ ലീഡ് ചെയ്യുന്നത്. 37 ഇടത്താണ്, പക്ഷേ 13 ഇടത്ത് അവർക്ക് ഇത്തവണ കുറഞ്ഞു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ 13 കൂടുതലുണ്ടായിരുന്നിടത്ത് ഇത്തവണ അത് 13 എണ്ണം അവരുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. പത്തനംതിട്ട കുളനട ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 15 വർഷമായി BJP ഭരിക്കുന്ന അവിടെ LDF 6 വാർഡുകളിൽ ലീഡ് ചെയ്യുന്നു എന്നിപ്പോൾ പ്രസാദ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് 15 വർഷമായി BJP ആണ് ഈ കുളനട ഗ്രാമപഞ്ചായത്തിൽ ഭരിക്കുന്നത്. അവിടെ ഇപ്പോൾ 6 വാർഡുകളിൽ LDF ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. NDAക്ക് 2 വാർഡുകളിൽ മാത്രമാണ് ലീഡ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഉള്ളത്. ഏതായാലും ഏറ്റവും ഞെട്ടിച്ച ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. CPMനെ സംബന്ധിച്ച് കൊല്ലം കോർപ്പറേഷനിലാണ്. പക്ഷേ കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ അവർക്ക് മുന്നേറ്റമുണ്ട്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൽ 18 സീറ്റുകളിൽ 18 ഡിവിഷനുകളിൽ LDF മുന്നിലാണ്. 18 സീറ്റുകളിൽ അവിടെ LDF മുന്നിലാണ് എന്നുള്ളതാണ്. അതായത് അവിടെ LDFന് മുന്നേറ്റമുണ്ട്. പക്ഷേ ജില്ലാ പഞ്ചായത്തുകളുടെ മൊത്തത്തിലുള്ള കണക്കെടുക്കുമ്പോൾ 14ൽ 8ഇടത്തും ഇപ്പോൾ UDFിന്റെ മുന്നേറ്റമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇടുക്കി, അതുപോലെ തന്നെ കോട്ടയമൊക്കെ, വയനാട് ജില്ലാ പഞ്ചായത്തൊക്കെ UDFിൻ്റെ ഒപ്പം നിൽക്കുന്നു. മലപ്പുറം ഒപ്പം നിൽക്കുന്നു. പിന്നെ ഒരു മാറ്റമുള്ളത്, അല്ലെങ്കിൽ ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നത് പറയുന്നത് നമ്മുടെ കാസർഗോഡാണ്. പക്ഷേ ഇപ്പോൾ അവിടെയും കൃത്യമായൊരു മേൽക്കൈ UDF നേടിയിരിക്കുന്നു. 10 സീറ്റുകളിൽ ഇപ്പോൾ 10 ഡിവിഷനുകളിൽ ഇപ്പോൾ UDF മുന്നേറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും തിരുവനന്തപുരത്ത് അതിൻ്റെ ക്ലൈമാക്സിലേക്ക് വോട്ടെണ്ണൽ പോകുന്നു. ഇനി 24 വാർഡുകളാണ് ബാക്കിയുള്ളത്. 24 വാർഡുകളാണ് 101 ഇനി ഫലം അറിയാനുള്ളത്. ഏതായാലും തിരുവനന്തപുരം കോർപ്പറേഷന്റെ ക്ലൈമാക്സ് ഇപ്പോൾ തന്നെ പറയാൻ കഴിയും. 42 സീറ്റുകളുമായി അവർ ഏറെ മുന്നിലാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ സംസ്ഥാനത്തിന്റെ തലസ്ഥാനം ഇതാ BJP പിടിക്കുന്നു, BJP അത് എടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതേസമയം എല്ലായിടത്തും സർവത്ര മേഖലയിലും വലിയ തിരിച്ചടി. ഗ്രാമപഞ്ചായത്തിലാണെങ്കിലും LDFിന്റെ മുന്നേറ്റം, കോർപ്പറേഷനിൽ LDFിന്റെ മുന്നേറ്റം, ബ്ലോക്ക് പഞ്ചായത്തുകളിൽ UDFിന്റെ മുന്നേറ്റം, അങ്ങനെ എല്ലായിടങ്ങളിലും UDFിന്റെ മുന്നേറ്റം. ഇതാ 427 ഗ്രാമപഞ്ചായത്തുകളിൽ 427 ഇടത്ത് UDF ലീഡ് ചെയ്യുമ്പോൾ 366 ഗ്രാമപഞ്ചായത്തുകളിലാണ്
LDF-ന് ലീഡ് ചെയ്യാൻ കഴിയുന്നത്. 25ഇടത്ത് NDA ഉണ്ട്, 25ഇടത്ത് NDA ഉണ്ട്, 13ഇടത്ത് മറ്റുള്ളവരും ഉണ്ട് എന്നുള്ളതാണ്. അതേസമയം പാലക്കാട് നഗരസഭയിൽ NDA ഭരണം തിരിച്ചു പിടിക്കുന്നു. അവിടെ 16 സീറ്റുകൾ. പാലക്കാട് അവരുടെ സിറ്റിംഗ് നഗരസഭയാണ്. അവിടെ ഇപ്പോൾ NDA തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ള ഒരു വിവരവും കൂടിയുണ്ട്. ഏതായാലും രാഷ്ട്രീയ കേരളത്തിൽ ഏറ്റവും വലിയ ഒരു അട്ടിമറി ഇപ്പോൾ നടന്നിരിക്കുന്നത്, തിരുവനന്തപുരത്താണ്. ശ്രീലേഖ മാധ്യമങ്ങളെ കാണുന്നു. ഞാൻ പോയി ഒപ്പിട്ടിട്ട് വന്നിട്ട് മതിയോ? ശ്രീലേഖ ഒപ്പിട്ട് വന്നതിന് ശേഷം പ്രതികരിക്കാമെന്നുള്ളതാണ്. എന്തായാലും ആ വിജയം മാധ്യമങ്ങളോട് പങ്കുവെക്കുമെന്നുള്ളതാണ്. നമ്മൾ ആന്റണിയിലേക്ക് ചെല്ലുന്നു. ആന്റണി, UDF-ന്റെ ആധിപത്യമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. UDF ആ കുതിപ്പ് ഇപ്പോഴും അങ്ങനെ തുടരുന്നു. മലപ്പുറത്തൊക്കെ പരമാധിപത്യം, സർവാധിപത്യം, അത്രത്തോളം ആധിപത്യം എന്നുള്ളത് തന്നെ പറയേണ്ടിയിരിക്കുന്നു. തൂത്തുവാരിയിരിക്കുന്നു. അങ്ങനെ തന്നെയാണ് മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച് വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് പറയാൻ നമുക്ക് കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. മലപ്പുറം ജില്ലയിലെ കണക്കുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഗ്രാമപഞ്ചായത്തിൽ ആകെയുള്ളത് 2001 വാർഡുകളാണ്. 2001 വാർഡുകൾ